ഇന്ത്യയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ നമുക്കെല്ലാം അറിയാം. തലസ്ഥാനം ന്യൂഡൽഹി, സംസ്ഥാനങ്ങൾ 28, കേന്ദ്രഭരണ പ്രദേശങ്ങൾ 8, ദേശീയ കലണ്ടർ ശകവർഷം, ദേശീയ വൃക്ഷം ആൽമരം, ദേശീയ വിനോദം ഹോക്കി, ദേശീയ മൃഗം കടുവ, ദേശീയ പുഷ്പം താമര, ദേശീയ പക്ഷി മയിൽ, ദേശീയ പതാക ത്രിവർണ പതാക, ലോക്സഭാംഗങ്ങൾ 545, രാജ്യസഭാംഗങ്ങൾ 245, അയൽ രാജ്യങ്ങൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ചൈന, മ്യാൻമർ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക. പ്രധാന പർവ്വതങ്ങൾ ഹിമാലയം, പട്കായ്, വിന്ധ്യ, സത്പുര, ആരവല്ലി, സഹ്യാദ്രി, പൂർവഘട്ടം. പ്രധാന നദികൾ സിന്ധു, യമുന, ഗംഗ, ബ്രഹ്മപുത്ര, ഗോദാവരി, കാവേരി, മഹാനദി, കൃഷ്ണ, നർമ്മദ, ഭാരതപ്പുഴ, സത്ലജ്, ദാമോദർ, പെരിയാർ. ഇനി ദേശീയ ഗാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ ദേശീയ ഗാനം ജനഗണമനയാണെന്ന് എല്ലാവർക്കും അറിയാം. ജനഗണമനയുടെ കർത്താവ് രവീന്ദ്രനാഥ ടാഗോറാണെന്നും അറിയാം. ഇനി ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. ഇനി ആദ്യമായി ജനഗണമന ആലപിച്ചത് 1911 ഡിസംബർ 27-ന് കൊൽക്കത്തയിലെ കോൺഗ്രസ് സമ്മേളനത്തിനിടയ്ക്കാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്. ബംഗാളി ഭാഷയിൽ രചിക്കപ്പെട്ട ജനഗണമന തുടക്കത്തിൽ ഭാരതവിധാത എന്നാണ് അറിയപ്പെട്ടത്. ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയും ടാഗോർ തന്നെയാണ് തയ്യാറാക്കിയത്. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ് അതറിയപ്പെടുന്നത്. ദേശീയഗാനത്തിന് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് ഠാക്കൂറാണ്. ശങ്കരാഭരണം രാഗത്തിലാണ് ദേശീയഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ദേശീയഗാനം ആലപിക്കാനെടുക്കുന്ന സമയം 52 സെക്കൻഡാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്